ഹലോ, നമ്മുടെ ജിഞ്ചർ ഗാർലിക് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ നമ്മുടെ മാംഗോ ബോബ അങ്ങനെ ഒരു ഐറ്റമാണ് ഉണ്ടാക്കാൻ പോകുന്നത്. കുറച്ച് പേരൊക്കെ കേട്ടിട്ടുണ്ടാകും. അപ്പോൾ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് കണ്ടു നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ 2 വലിയ മാങ്ങ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ ഇവിടെ ചൗവരിയാണ് എടുത്തിരിക്കുന്നത്. ചൗവരി നല്ലതുപോലെ മിക്സിയിൽ അരിച്ച് വെച്ചിരിക്കുന്നതാണ്. നല്ലതുപോലെ അരിച്ചെടുത്തതാണ്. സാധാരണ ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ കപ്പയില്ലേ, കപ്പയുടെ പൊടിയോ അല്ലെങ്കിൽ കോൺഫ്ലോറോ ഒക്കെ നമുക്ക് ഇതിന് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാൻ ചൗവരി എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ അല്ലേ, ഈ നമ്മുടെ പായസത്തിലൊക്കെ ഇടുന്നതാണ്. ഇതാണ് നമ്മുടെ ചൗവരി. മോൻ്റെ കയ്യിലേക്ക് കൊടുക്കുമ്പോൾ 2-3 അതിൻ്റെ അകത്തേക്ക് വീണുപോയി. ഓക്കെ, ഇനി വേറൊന്നുമില്ല, നമ്മുടെ മിക്സിയുടെ ജാറിലേക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന മാങ്ങ ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്കൊരു 2 ടേബിൾ സ്പൂൺ അളവിൽ പഞ്ചസാര ആഡ് ചെയ്യാം. നിങ്ങൾക്ക് കുറച്ചുകൂടെ മധുരം വേണമെന്നുണ്ടെങ്കിൽ 2-3 ആഡ് ചെയ്തുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. നല്ലതുപോലെ നമുക്ക് അടിച്ചെടുത്തിട്ട് വരാം. അപ്പോൾ ഞാൻ നല്ലതുപോലെ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ നിന്ന് നമ്മൾ കുറച്ച് മാത്രം വേറൊരു ബൗളിലേക്ക് മാറ്റുവാണ്. ഈ ബോബ ബോൾസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള മാംഗോ പൾപ്പാണ് ഞാനിപ്പോൾ മാറ്റുന്നത്. ബാക്കി കുറച്ച് നമ്മൾ പാലൊഴിച്ചിട്ട് അടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് മാറ്റി വയ്ക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് നമ്മുടെ പൊടി ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ഞാൻ 2 ടേബിൾ സ്പൂൺ അത്രയും ഇട്ടിട്ട് ഒന്ന് നമ്മുടെ പാനിൽ വെച്ച് ചൂടാക്കി എടുക്കുന്നുണ്ട്. ചെറുതായിട്ടൊന്ന് ചൂടാക്കി എടുത്താൽ മതി. അപ്പം ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പൊടിയുടെ അളവെന്ന് പറഞ്ഞാൽ നമുക്കൊരു കറക്റ്റ് അളവ് പറയാൻ പറ്റത്തില്ല. നമ്മുടെ കയ്യിൽ ഒട്ടിപ്പിടിക്കാത്ത രീതിയിൽ കുഴച്ചെടുക്കാൻ പറ്റണം. അപ്പോൾ അതാണ് അതിൻ്റെ പാകമെന്ന് പറയുന്നത്. നല്ലതുപോലെ നമുക്കത് മിക്സ് ചെയ്ത് നമ്മുടെ കയ്യിലൊന്നും ഒട്ടിപ്പിടിക്കാത്ത രീതിയിൽ കുഴച്ചെടുക്കാം. കുറച്ചുകൂടെ ആവശ്യമുണ്ട്. അപ്പോൾ ഞാൻ കുറച്ചുകൂടെ ഇട്ടിട്ട് നല്ലതുപോലെ മിക്സാക്കി എടുക്കുവാണ്. ഇനി കുഞ്ഞു കുഞ്ഞ് ബോൾസാക്കി നമുക്കിതിനെ ഉരുട്ടിയെടുക്കാം. അപ്പോൾ ഞാനും പിള്ളേരും കൂടെയാണ് ഈ ബോൾസ് ഉണ്ടാക്കി ഇപ്പോൾ എടുത്തിരിക്കുന്നത്. ഇനി നമ്മൾ വെള്ളം തിളയ്ക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. അതിൻ്റെ അകത്തേക്ക് ഇട്ട് നമ്മളിതിന് നല്ലതുപോലെ ബോയിൽ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ വെള്ളത്തിലേക്ക് നമ്മൾ ആദ്യം ഇടുന്ന സമയത്ത് ഇത് താഴ്ന്നായിരിക്കും കിടക്കുന്നത്. അപ്പോൾ ഇത് നല്ല പാകത്തിന് കറക്റ്റ് ഇത് വരുന്നത് ഇതിങ്ങനെ പൊങ്ങി വരും. കറക്റ്റ് പാകമായിട്ടുണ്ടെങ്കിൽ നമ്മളിട്ട ഈ ബോൾസ് ഇങ്ങനെ പൊങ്ങി മേളിലേക്ക് വരും. അന്നേരത്തേക്ക് നമുക്ക് കോരി മാറ്റിയെടുക്കാം. കോരി മാറ്റിയെടുത്തതിന് ശേഷം നല്ലതുപോലെ പച്ചവെള്ളം അല്ലെങ്കിൽ തണുത്ത ഐസ് വെള്ളമാണെങ്കിലും ഉപയോഗിച്ച് നല്ലതുപോലെ ഇതിനെ വാഷ് ചെയ്തെടുക്കണം. ഞാൻ വാഷ് ചെയ്തതിന് ശേഷം കുറച്ച് ഷുഗർ സിറപ്പ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായി. അപ്പോൾ അതിൻ്റെ അകത്തേക്ക് ഇതിട്ട് കൊടുക്കുവാണ്. ജസ്റ്റ് ഒന്നും കൂടെ ഒന്ന് കോട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ബോയിൽ ചെയ്തെടുത്തു കഴിഞ്ഞാൽ നമ്മൾ നല്ലതുപോലെ ഒന്ന് പച്ചവെള്ളത്തിലോ അല്ലെങ്കിൽ ഐസ് വെള്ളത്തിലോ വാഷ് ചെയ്തെടുക്കുക. ഇനി നമ്മുടെ ബാക്കി വെച്ചിരുന്ന പൾപ്പില്ലേ, അതിൻ്റെ അകത്തേക്ക് നമ്മുടെ പാലൊഴിച്ചിട്ട് ഒന്ന് അടിച്ചെടുക്കുക. അപ്പോൾ ഞാൻ പാലൊഴിച്ച് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ സെർവ് ചെയ്യുന്ന ഏതാണോ അതിൻ്റെ അകത്തേക്ക് നമ്മുടെ ബോബ ബോൾസ് ഇട്ട് കൊടുക്കാം. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായാൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക, ഷെയർ ചെയ്യുക, കമൻ്റ് ഇടുക, ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്തേക്കുക. നമുക്ക് നമ്മുടെ പാലും മാംഗോയും കൂടെ അടിച്ച് വെച്ചിരിക്കുന്നത് ഒഴിച്ചു കൊടുക്കാം.
കണ്ടോ? ഇനി നമുക്കിത് ഫ്രിഡ്ജിൻ്റെ അകത്തേക്ക് വെച്ച് തണുപ്പിച്ചെടുക്കണം. ഇപ്പം ഞാൻ നല്ലതുപോലെ ഇപ്പോൾ തണുപ്പിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഞാനിതൊന്ന് കഴിച്ച് നോക്കട്ടെ. ഓക്കെ, കഴിച്ച് നോക്കുവാണേ. അതാ, അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. സൂപ്പർ.